തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. കാരണം കൊടുത്ത നോട്ടീസിനുള്ള മറുപടി കിട്ടിയിട്ടേ ഉള്ളൂ. അത് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക്, അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷന് കൊടുത്തതിനും ജെ.പി. നദ്ദ എന്ന ബി.ജെ.പിയുടെ അധ്യക്ഷന് കൊടുത്ത നോട്ടീസിനുള്ള മറുപടികൾ പരിശോധിച്ച ശേഷം ഈ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനുള്ള ആ നോട്ടീസിന്റെ മറുപടിയിലും ആക്ഷൻ ഉണ്ടായിട്ടില്ല. അത് വിട്ടുപോയതാണോ എന്തോ, അതിലും നടപടി ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല വൈകുന്നത് എന്നത് കൂട്ടിച്ചേർത്തുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. നരേന്ദ്രമോദി കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പറഞ്ഞ നെഗറ്റീവായുള്ള കാര്യങ്ങൾ കൂടുതലായും ഇവിടെ കോട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം മാത്രം പറയാം. ഇന്നത്തെ എന്നെ സൃഷ്ടിച്ചത് ഒരു കാലത്ത് എന്നെ അധിക്ഷേപിച്ചവരാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വളരെ റെലവൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഗുജറാത്ത് മുതൽ നരേന്ദ്രമോദി മോശമാണ്, നരേന്ദ്രമോദിയുടെ ഭരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് പോകാൻ സ്വീകരിച്ച വഴികൾ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നിടത്തോളം നരേന്ദ്രമോദി പടിപടിയായി വളരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഗുജറാത്തിൽ തുടർച്ചയായി ഭരിച്ചതുപോലെ ഇന്ത്യ തുടർച്ചയായി ഭരിക്കാൻ പോകുന്ന ഒരു നരേന്ദ്രമോദിയെ സൃഷ്ടിക്കുകയാണ് ഈ വിമർശകർ, കെജ്രിവാൾ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾ കൂടുന്തോറും നരേന്ദ്രമോദി കൂടുതൽ കരുത്തു പ്രാപിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുമുണ്ട്, എന്റെ നിഘണ്ടുവിൽ പരിഭ്രമം എന്നൊരു വാക്കില്ല എന്ന്. ഇനി സുപ്രീം കോടതിയെക്കുറിച്ച് നേരത്തെ സർ പറഞ്ഞു. സുപ്രീം കോടതി പരമോന്നത നീതിന്യായ പീഠമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ അത് സർ പറഞ്ഞതുപോലെ തന്നെ ഞാനും അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ നരേന്ദ്രമോദിയുടെ ഈ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയിലെ ഉത്തരവ് കൂടി പരാമർശിച്ചു പോകണമല്ലോ. ഇന്ന് സുപ്രീം കോടതി ഒരു ഹർജി തള്ളി. വലിയ രീതിയിൽ വാർത്തയൊന്നുമായില്ല. സുപ്രീം കോടതി തള്ളിയ ഹർജി എന്ന് പറഞ്ഞാൽ പ്രചാരണ വേളയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ മോദിയെ 6 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണം എന്നായിരുന്നു ഫാത്തിമ എന്ന വ്യക്തി ഹർജിയുമായി സുപ്രീം കോടതിയിൽ ചെന്നത്. സുപ്രീം കോടതി ആ ഹർജി എടുത്തങ്ങ് തള്ളി. ജസ്റ്റിസുമാരായ വിക്രംനാഥും എസ്.സി. ശർമ്മയും അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. എന്നിട്ട് ബന്ധപ്പെട്ട ബോഡി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പരാതിയുമായി പോകൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതായത് എവിടെയൊക്കെയാണ് ഈ രീതിയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. ഇനി ഡൽഹി ഹൈക്കോടതിയിലേക്ക് വരാം. നീതിന്യായ പീഠത്തിന്റെ വിശ്വാസ്യത നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതൊരു തുടർച്ചയായി ഞാൻ പറയാം. ഡൽഹി ഹൈക്കോടതിയിലേക്ക് വന്നാൽ നരേന്ദ്രമോദി പെരുമാറ്റം ചട്ടം ലംഘിച്ചതിന് നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളി. ആ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞത് ഹർജി എന്ന് പറയുന്നത് ഹോളി മിസ്കൺസീവ്ഡ് ആണ്. ഈ ഹർജിയുടെ ഒരു റെലവൻസ് എന്താണ്, ഈ ഹർജിയുടെ ഒരു അന്തസ്സത്തെ എന്താണ് എന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വന്ന ചോദ്യം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ പൂട്ടിയിട്ട് നരേന്ദ്രമോദി കീ കൊടുക്കുമ്പോൾ മാത്രം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊക്കെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞ അതേ നീതിന്യായ സംവിധാനത്തിൽ നിന്ന് ഈ വിഷയത്തിൽ തന്നെ വന്ന ഹർജികളിൽ വന്നിരിക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമാനുസൃതമായി സ്വതന്ത്ര തീരുമാനം എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ട് എന്നത് ഈ കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് നടത്തിയ നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൈക്രോ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു മൈക്രോ മാനേജ്മെന്റിന്റെ ആവശ്യകതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നതോ ഇല്ല എന്ന് കൂടി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വാദവും പൊളിഞ്ഞു. പൊളിറ്റിക്കലായിട്ടുള്ള നറേറ്റീവ് അതേപടി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഡൽഹി ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ഷഹീൻ അബ്ദുള്ള, അമിതാഭ് പാണ്ഡെ, ദേബ് മുഖർജി 3 പേർ ഹർജിയുമായി ഡൽഹി ഹൈക്കോടതിയിൽ പോയിരുന്നു. അതിൽ ഒരു ഹർജി പോലും കോടതി അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള റിമാർക്കുകൾ ആ ഹർജി തള്ളിക്കൊണ്ട് കോടതി നടത്തി എന്നുള്ളത് കൂടി നമ്മൾ പൊതുജന സമക്ഷത്തേക്ക് വെക്കേണ്ടതാണ്. കാരണം നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങൾ വന്നാൽ അത് ബാനർ ഹെഡ്ലൈൻ ആകുന്ന കാലമായതുകൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ സോകോൾഡ് കംപ്ലൈന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 21 നേരത്തെ ഉണ്ണിസാർ പറഞ്ഞതുപോലെ രാജസ്ഥാനിലെ ബൻസ്വാരയിലെ റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ പരാമർശം, അതിലാണല്ലോ ഈ നോട്ടീസ് അയക്കുന്നത്, മറുപടി നൽകാൻ വൈകി എന്ന് പറയുന്നത്. ഈ മറുപടി നൽകുമ്പോൾ അവരെന്താണ് പറയുന്നത്? ബേസ്ഡ് ഓൺ ഫാക്ട്സ്. ജെ.പി. നദ്ദ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായി എന്തൊക്കെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മുസ്ലിം എന്ന് കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ഈ വിഷയം നേരത്തെ ചർച്ചയ്ക്കെടുത്തപ്പോഴും ഞാൻ ഇത് തന്നെയാണ് അഭിപ്രായമായി പറഞ്ഞത്. മുസ്ലിം എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഈ പറയുന്ന വിദ്വേഷപരമായ വാചകം എന്ന് പറയുന്നിടത്ത് ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് കൂട്ടിച്ചേർത്തവരാണ് കുറ്റക്കാർ, കൂട്ടിച്ചേർത്തവരാണ് യഥാർത്ഥത്തിൽ ഈ വിദ്വേഷം പ്രചരിപ്പിക്കാനായി മുൻകൈയെടുത്തത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നുഴഞ്ഞു കയറി വരുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുന്നതിനായിട്ടുള്ള ആസൂത്രിതമായ ഒരു ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിർഭാഗ്യവശാൽ കുറെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചർച്ചകളിൽ നിന്നും ഒക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ 2 ഘട്ടം വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഇതിൽ നരേന്ദ്രമോദി പറഞ്ഞ അതിൻ്റെ ആ പ്രസക്ത ഭാഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ അവർ നിങ്ങളുടെ കെട്ടുതാലി പോലും വിടില്ല, ആ ലെവൽ വരെ അവർക്ക് പോകാനാകും. അതിന് കൃത്യമായ തർജ്ജമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ആ ലെവൽ വരെ അവർക്ക് പോകാനാകും എന്നാണ് പറഞ്ഞത്. അതിനെയാണ് പ്രതീകാത്മകമെന്ന് ജെ.പി. നദ്ദ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്. ഒപ്പം
കോൺഗ്രസ് പ്രകടന പത്രിക പറയുന്നത് സ്ത്രീകളുടെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് കണക്കാക്കി അത് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുമെന്നാണ്. അത് ആർക്കാണ് വിതരണം ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്കാണ് വിതരണം ചെയ്യുക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് വിതിൻ കോഡ്സ്. മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വത്തുകളിൽ ആദ്യ അവകാശമുണ്ടെന്ന്. അത് മൻമോഹൻ സിംഗ് പറഞ്ഞ സെന്റൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം PIBയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിന്റെ വിശദീകരണം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് വിതരണം ചെയ്യും. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് വിതരണം ചെയ്യും. നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യും. അവിടെ പറഞ്ഞിട്ടുണ്ടോ മുസ്ലിങ്ങളാണെന്ന്? അവിടെയും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച നിങ്ങളുടെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് പോകണോ? അവിടെയും മുസ്ലിങ്ങളായ നുഴഞ്ഞുകയറ്റക്കാർക്ക് എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഒരിടത്തും ആ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ നരേന്ദ്രമോദി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനി നരേന്ദ്രമോദി ചെയ്ത കാര്യം തെറ്റാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പുറമേ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ആളുകളോ അല്ല തീരുമാനിക്കേണ്ടത്. സ്വതന്ത്രവും നീതിയുക്തവുമായി തെരഞ്ഞെടുപ്പ് നടത്താനായി നിയോഗിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ആ ഡിസിഷൻ അവരെടുക്കട്ടെ. മറുപടി കിട്ടി. അതായത് മല്ലികാർജ്ജുൻ ഖർഗെയുടെയും JP നദ്ദയുടെയും മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് അവരാണ് നടപടിയെടുക്കേണ്ടത്. അതിന്മേൽ ഇങ്ങനെ അഭിപ്രായം പറയുകയും അവർ കൃത്യമായ നടപടി എടുക്കില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നത് ഈ പുറത്ത് നിൽക്കുന്ന തേർഡ് പാർട്ടീസാണ്. അപ്പോൾ ആ തേർഡ് പാർട്ടീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ അത് ഈ വിദ്വേഷ പരാമർശത്തെക്കാളും അപ്പുറം പോവുകയാണ്. അതായത് ചർച്ചകൾ നടക്കുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദി മുസ്ലിം ഹിന്ദു ഡിവൈഡ് ഉണ്ടാക്കി. ഇൻഫിൽട്രേറ്റേഴ്സ് മുസ്ലിങ്ങളാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം കോട്ട് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഈ പ്രസംഗത്തിലല്ല. ഈ പ്രസംഗത്തെക്കുറിച്ചാണ് പരാതി. ഏപ്രിൽ 21 പ്രസംഗത്തെക്കുറിച്ചാണ് പരാതി. ആ പ്രസംഗത്തിൽ മുസ്ലിം എന്ന് ജോയിൻ ചെയ്തുകൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസ് എന്ന് പറയുന്നത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഏപ്രിൽ 21 മുൻപുള്ളതും ശേഷമുള്ളതുമായ മറ്റു പ്രസംഗങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗിവൺ കംപ്ലൈന്റിൽ കൊടുത്തിരിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് രാജസ്ഥാനിലേതാണ്, ഏപ്രിൽ 21 അതിനുള്ളിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ചില കാര്യങ്ങൾ റെഫറൻസ് അല്ലെങ്കിൽ പ്രതീകാത്മകമായി സൂചിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. മെയ് 7 BJP ഫോർ കർണാടക എന്ന് പറയുന്ന എക്സിലെ ഹാൻഡിൽ, ആ ഹാൻഡിലിൽ നിന്ന് ഒരു വീഡിയോ മാറ്റാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ, ഉടൻ തന്നെ മാറ്റാൻ. അപ്പോൾ നടപടി എടുത്തില്ല. BJPയുടെ ആണെങ്കിൽ നടപടിയെ എടുക്കില്ല എന്ന് പറയുന്ന വാദം അവിടെ പൊളിഞ്ഞു. ഇനി ആവശ്യപ്പെട്ടെ BJP ഫോർ കർണാടക ഹാൻഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഞാൻ പറയുന്നത് എക്സിന്റെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ണിസാർ ഇടുന്നത് ഒരു ന്യൂഡിറ്റി ഉള്ള ഒരു വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറയുന്നത് ഉണ്ണിസാറിനോടല്ല, ഇൻസ്റ്റഗ്രാമിനോടാണ്. അതാണ് ഇതിന്റെ പോളിസി. അതായത് ആരാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരാണത് റിമൂവ് ചെയ്യേണ്ടത്. അതിന് ഉണ്ണിസാറിനെ അറിയിക്കുകയോ ഉണ്ണിസാറിന്റെ പെർമിഷൻ ചോദിക്കുകയോ ഉണ്ണിസാർ വിലക്കിയാൽ അതെടുത്ത് മാറ്റാതിരിക്കുകയോ വേണ്ട. അത് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. ഇൻസ്റ്റഗ്രാമിന് കഴിയും, മെറ്റയ്ക്ക് കഴിയും. അതുപോലെ തന്നെ എക്സ് ആണ് അതെടുത്ത് മാറ്റേണ്ടത്. അത് റിമൂവ് ചെയ്യണം. അത് അവിടെ മോദിയുടെ പ്രസംഗത്തിനെതിരെ ഞാൻ പറയട്ടെ മാഡം, അതായത് ഒരു പരാതിയിലും അല്ലെങ്കിൽ BJPക്കെതിരെ വരുമ്പോൾ ഒന്നിലും നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്നതിന് വിരുദ്ധമായ ഒരു കാര്യം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. മെയ് 7 ഇങ്ങനെ ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു അധികാരവുമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നമ്മൾ വിധിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതാണ്, അല്ലാതെ വെറുതെ പോയി എന്തെങ്കിലും പറഞ്ഞതിനല്ല നടപടിയെടുത്തത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ആർട്ടിക്കിൾ 324 ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 അനുസരിച്ചുകൊണ്ടുള്ള ബ്രോഡായിട്ടുള്ള പവേഴ്സ്, അതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, അതാണ് ഉണ്ണിസാർ നേരത്തെ ഇവിടെ കോട്ട് ചെയ്തത്. അതായത് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി നടത്തുക അല്ലെങ്കിൽ ഒരു ഫെയർ ഇലക്ഷൻ ഉറപ്പാക്കുക എന്നുള്ളതിനെ കുറിച്ച് സാർ പറഞ്ഞല്ലോ. അതിൽ എന്താണ് മറ്റൊരു കാര്യം കൂടി ഉറപ്പാക്കണം, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നതും കൂടി ഉറപ്പാക്കണം. അതിന് മറുഭാഗത്ത് നിന്നുകൊണ്ട് കിട്ടുന്ന കമ്പും കുറുവടിയും എല്ലാം മറുവശത്ത് മോദിയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ദേഹത്ത് നിന്ന് കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കോടതിയിലേക്ക് പോകുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് തുരുതുരാ പരാതികൾ അയക്കുന്നു. മാത്രമല്ല വിമർശനങ്ങൾ അതിരുവിടുന്ന തരത്തിൽ മറുഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് വാർത്തയാകില്ല. നരേന്ദ്രമോദി പറഞ്ഞാൽ വാർത്തയാകുന്നു, നരേന്ദ്രമോദി പറയുന്ന നല്ല വാചകങ്ങൾ വാർത്തയാകുന്നില്ല എന്നതുകൂടി ഇവിടെ ഞാൻ പറയാം. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കുന്നത് സെക്ഷൻ 123(3)A, അത് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് ആണ്, RPA ആണ്.
RPA അനുസരിച്ചുകൊണ്ടുള്ള നടപടി ഇതിൽ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏപ്രിൽ 21 പ്രസംഗത്തിലല്ല, നരേന്ദ്രമോദി നടത്തിയ മറ്റു പ്രസംഗങ്ങളിലെ ഭാഗങ്ങൾ അതിൽ പരാതി വരികയാണെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പരാതി കൊടുത്തവർ കോട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 21 രാജസ്ഥാനിലെ പ്രസംഗമാണ്. അതിൽ മുസ്ലിം എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ള ഫാക്ട് അവിടെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പരാതി കൊടുത്താൽ സെക്ഷൻ 125 ഓഫ് ദ RPA അതനുസരിച്ച് 3 വർഷം തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയൊക്കെ കിട്ടാൻ കഴിയുന്ന ഒരു ലീഗൽ ബാക്കിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ശ്രമങ്ങളായിരുന്നു പ്രതിപക്ഷം നടത്തേണ്ടിയിരുന്നത്. അത് പ്രതിപക്ഷം നടത്തിയിട്ടില്ല എന്നതുകൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇനി മുസ്ലിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടിയേ കൊടുത്തിട്ടില്ല എന്ന് കരുതരുത്. നരേന്ദ്രമോദി മറുപടി ഇന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദശാശ്വമേധ് ഘട്ടിൽ പോയി പ്രാർത്ഥന നടത്തുന്നത് അത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെയും രാവിലെ കുർബാന കൂടിയിട്ട് പോയി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് പോലെയൊക്കെ തന്നെയുള്ളൂ. നരേന്ദ്രമോദി ഒരു പ്രാക്ടീസിംഗ് ഹിന്ദുവായ ഒരു മനുഷ്യന് തന്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോഴേക്കും അയാളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അയാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് എവിടെയാണ് പറയുന്നത്? നമ്മുടെ ഭരണഘടന പോലും ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ ആ പൗരസ്വാതന്ത്ര്യത്തിന് അപ്പുറം ഒന്നും നരേന്ദ്രമോദി ഇന്ന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാനായി വൻ വ്യവസായികൾ തന്നെ വേണം, അല്ലെങ്കിൽ അഴിമതിക്കാർ തന്നെ വേണമെന്നൊന്നും ആർക്കും നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം. നരേന്ദ്രമോദി അദ്ദേഹത്തിന് താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള ആളുകളെ കൂട്ടി നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാൻ പോകുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ സൂററ്റിലെ കാൻഡിഡേറ്റിനെ പോലെ പിൻവലിച്ചോടുന്നവരല്ലാത്തവരും വേണം. അങ്ങനെയുള്ള ആളുകളെ കൂടി വേണമല്ലോ തെരഞ്ഞെടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദിയും നൽകിയത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മുസ്ലിമിനെതിരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിന്റെ അഭിമുഖം പല ദേശീയ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിമുഖം ഇപ്പോഴും പലതവണയായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ 2002 ശേഷം പ്രതിച്ഛായ തകർക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് നരേന്ദ്രമോദി ഈ അഭിമുഖങ്ങളിൽ ഒന്നിൽ പറയുന്നത്. അതിന് അദ്ദേഹം വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. എൻ്റെ അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന മുസ്ലിം കുടുംബങ്ങൾ അവർ ഈദിന് അവർ ഭക്ഷണം തന്റെ വീട്ടിൽ കൊണ്ട് തരുന്നതിനെ പറ്റി അടിത്തട്ടിലുള്ള യാഥാർത്ഥ്യം തനിക്കെതിരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായപ്പോൾ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി സർവേ നടത്തിയതിനെ പറ്റി നരേന്ദ്രമോദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനേക് ചൗക്ക്, അഹമ്മദാബാദിൽ ഉള്ള മനേക് ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവിടെ കച്ചവടം നടത്തുന്നത് മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് ഹിന്ദുക്കളും. അപ്പോൾ അവിടെ ഒരാൾ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചപ്പോൾ കടയുടമ നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന നരേന്ദ്രമോദിയാണ് മോശക്കാരൻ, മുസ്ലിം എന്ന് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ പോകുന്ന ഒരു ആളായും ഒക്കെയാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്ന് മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അദ്ദേഹത്തോട് ഈ അഭിമുഖത്തിലും ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി കൂടി ഞാൻ പറയട്ടെ മാഡം. വളരെയധികം കുട്ടികളുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ആളുകൾ കരുതുന്നത് എന്തിനാണ്? പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങളിൽ പോലും ഈ പ്രശ്നമുണ്ട്. കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല. ഞാൻ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം കൂടുതൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. എല്ലാ വീഡിയോയും നമുക്ക് ലഭ്യമാണ്. Meet the editors.